നോർത്ത് കൊറിയ അവരുടെ ഏറ്റവും അത്യന്താധുനികമായ കര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചു. ആണവ പോർമുനകളുള്ള ഹ്വാസ്വാങ് 20 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വിനാശകരമായ മിസൈൽ. അതായത് നോർത്ത് കൊറിയയുടെ ഭരണാധികാരി അല്ല അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായ വർക്കേഴ്സ് പാർട്ടിയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ഒരു സൈനിക പരേഡ് സംഘടിപ്പിച്ചു. ഈ സൈനിക പരേഡ് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിലൂടെ ഈ മിസൈൽ എത്രത്തോളം വിനാശകരമാണ് അല്ലെങ്കിൽ ശക്തിയുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അമേരിക്കയുടെ ഏത് മേഖലയിലും ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ. അതായത് അലാസ്ക മുതൽ ഫ്ലോറിഡ വരെയുള്ള ഏത് മേഖലയിലെയും മിനിറ്റുകൾക്കുള്ളിൽ ഈ മിസൈൽ വന്ന് പതിച്ചാൽ ഭസ്മീകരിക്കാൻ കഴിയും. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ നിർമ്മിക്കുക. ഇതാണ് കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ചില നീക്കങ്ങൾ. അതിലേക്ക് അവർ വളരെ വേഗം നടന്നു കയറുന്നുണ്ട്. അങ്ങനെയാണ് ഹ്വാസ്വാങ് 18 എന്ന് പറയുന്ന മിസൈൽ അവർ നിർമ്മിച്ചത്. ഇപ്പോൾ ഹ്വാസ്വാങ് 18നേക്കാൾ ഏതാണ്ട് 40% ശക്തിയുള്ള ഹ്വാസ്വാങ് 20 എന്ന് പറയുന്ന മിസൈലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ 80ാം വാർഷികം വലിയൊരു ചടങ്ങായിട്ട് അവിടെ നടത്തുന്നു. അപ്പോഴാണ് തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ഇത്തരത്തിലുള്ള ഒരു സൈനിക പരേഡ് നടത്തുന്നത്. ആയിരക്കണക്കിന് സൈനികർ അണിനിരന്നു. ഇതിൽ പങ്കെടുക്കാനായിട്ട് ചൈനീസ് പ്രധാനമന്ത്രിയായ ലീ ക്വിങ് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ റഷ്യൻ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ദിമിത്രി മെദ്വദേവ് എത്തി.